ഏതാനും ചില വിശ്വാസങ്ങൾ നമുക്ക് കേൾക്കാം. ഒന്ന്, അയാളുടെ മജ്മുഉൽ ഫതാവ, ഒരുപാട് വാള്യങ്ങളുള്ള സാധനമാണ്. മജ്മുഉൽ ഫതാവ എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ ചുവന്ന ബുക്കിൻ്റെ വേറൊരു പതിപ്പാട്ടോ. മജ്മുഅത്തുൽ ഫതാവ, തഖിയുദ്ദീൻ അഹ്മദ് ബിൻ തൈമിയ അൽ ഹറാനി, ഇദ്ദേഹത്തിൻ്റെ ഹിജ്റ 728 മൗത്ത്. ഇയാളുടെ കണ്ടോ, ഇത് 3-4 വാള്യങ്ങളാണ്. ഇതേപോലെ ഇയാൾക്ക് എത്ര വാള്യങ്ങളുണ്ട്? അത് തന്നെ 10-35 വാള്യം ഈ സാധനം തന്നെ ഉണ്ട്. അത്രയും വലിയ ഗ്രന്ഥങ്ങൾ അയാൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഇപ്പോൾ ആൾ കഴിച്ചിലാവില്ല. ഫത്താവ മുഹീസുൻ ഉണ്ടായിട്ടും കാര്യമില്ല, ഫത്താവ ഇബ്നു തൈമിയ ഉണ്ടായിട്ടും കാര്യമില്ല. രണ്ടുകൊണ്ടും വിജയം കിട്ടൂല. അതിന് സുഹബത്ത് തന്നെ വേണം. നോക്കൂ നിങ്ങൾ, ഇതിൽ ഒരു ചോദ്യം. എന്താ ചോദ്യം? മാ ഖൗലു സാദത്തിൽ ഉലമ ഫീ ഹാദിഹിൽ അസ്മാ അല്ലത്തി തസമ്മാ ബിഹാ അഖ്വാമുൻ മിനൽ മൻസൂബീന ഇലദ്ദീൻ വൽ ഫളീല വയഖൂലൂന ഹാദാ ഗൗസുൽ അഗ്വാസ് വഹാദാ ഖുതുബുൽ അഖ്താബ് വഹാദാ ഖുതുബുൽ ആലം. അതായത് മൂപ്പരോട് ചോദിക്കുകയാണ്, ഏതൊരാൾ മൂപ്പരോട് ചോദിക്കുകയാണ്, പല ഔലിയാക്കന്മാരെ സംബന്ധിച്ച് അവരുടെ ആളുകൾ ഒരു വലിയ ആളുകളാണ് പറയുന്നവർ, ദീനും ഫളീലത്തൊക്കെ ഉള്ള ഉടയ ആളുകളാണ്. അവർ പറയുന്നു ഹാദാ ഖുതുബുൽ അഖ്താബ്. അന്ന് ഖുതുബുൽ അഖ്താബ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ആരെന്നെയാണ്? അന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു. അപ്പോൾ ഖുതുബുൽ അഖ്താബ് ആണെന്ന് പറയുന്നു, ഖുതുബുൽ ആലമാണെന്ന് പറയുന്നു. വഹാദാ ഖുതുബുൽ ആലം, ഖുതുബുൽ ആലമാണെന്ന് പറയുന്നു, ഖുതുബുൽ അക്ബർ ആണെന്ന് പറയുന്നു. ഇതൊക്കെ ശരിയാണോ എന്ന് ഇബ്നു തൈമിയോട് ചോദ്യം. ഇവരെ പാരമ്പര്യം മനസ്സിലാക്കണം. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾക്ക് കറാമത്തുണ്ട് എന്ന് പറഞ്ഞ ആളാണ് ആര്? ഇബ്നു തൈമിയ. അതിന് ഒരു സംശയമൊന്നുമില്ല. പക്ഷേ മുഹിയുദ്ദീൻ ശൈഖിനെ ഖുതുബുൽ അഖ്താബും ഔസുൽ ആലമും ഒക്കെ പറയുമ്പോൾ ഇവർക്ക് പ്രശ്നമാണ്. ഇവർ പറയുന്നത് കണ്ടങ്ങൾ, അമ്മൽ അസ്മാഉ ദായിറത്തു അലാ അൽസിനത്തി കസീരിൻ മിനൻ നുസാക്കി വൽ ആമ്മ മിസ്ലിൽ ഗൗസ് വൽ ഔതാദ് വൽ അഖ്താബ് വൽ അബ്ദാൽ ഫഹാദിഹി അസ്മാഉൻ ലൈസത്ത് മൗജൂദ ഫീ കിതാബില്ലാഹി വലാ ഹിയ അയ്ദൻ മഅ്സൂറ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വാക്കുകളൊന്നും പറയാൻ പാടില്ല. ഇബ്നു തൈമിയ പറയാണ്, ഇതൊന്നും പറയാൻ പാടില്ല. കാരണം ഇതൊന്നും ഖുർആനിലോ ഹദീസിലോ ഉള്ള പേരുകൾ അല്ല. കേട്ടാ തോന്നും സലഫീന്നും മദനീന്നൊക്കെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. ഖുർആനിൽ അതുണ്ട്, നോക്കണോലെ നോക്കണം. ഹദീസിലുണ്ട്. അതുകൊണ്ടാണ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ഒരു കിതാബ് തന്നെ രചിച്ചു. എന്താണ് അതിന്റെ പേര്? അൽ ഖബറുദ്ദാൽ അലാ വുജൂദിൽ ഖുതുബി വൽ ഗൗസി. കുത്തുബും ഗൗസും ഒക്കെ ഹദീസിലുണ്ട്, നീ കാണാത്തത് കൊണ്ടാണ് ഇബ്നു തൈമിയ എന്ന് പറഞ്ഞ് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചു ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി. അപ്പൊ ഇബ്നു തൈമിയ പറയുന്ന അങ്ങനെ പേര് പറയാൻ പാടില്ല എന്നാ. AP വിഭാഗം ഇബ്നു തൈമിയയുടെ ഈ വാദത്തെ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുന്നു. കാരണം എന്താ? ശൈഖുനെ നമ്മൾ എടുക്കാം. ശൈഖുനെ സംബന്ധിച്ച് അതിൽ ഖുതുബുൽ ആലം തന്നെ ഉണ്ട്. ഖുതുബുൽ ആലം എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് ഔസുൽ ആലം തങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം. അതിന്റെ മറുപടിയിൽ അത് പറയരുത് എന്നാണ് ഇബ്നു തൈമിയ പറയുന്നത്. അത് തന്നെയാണ് ആധുനിക ഇബ്നു തൈമിയായ പൊന്മള പറയുന്നത്. മനസ്സിലായോ? ഇത് രണ്ടും ഒരേ ടീമാണ്. വെറുതെ അല്ല ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്നൊക്കെ പറഞ്ഞേ. നല്ല ഇതിങ്ങനെ ഒപ്പിച്ചു നോക്കിയാൽ കറക്റ്റാണ്. അദ്ദേഹം പറയട്ടെ, പൊന്മള പറയട്ടെ, പുതിയ ഇബ്നു തൈമിയ. മേലെയാണോ അതോ താഴെയാണോ നമുക്കറിയില്ല. അതറിഞ്ഞാലല്ലേ ഒരു പേര് പറയാൻ പറ്റുള്ളൂ. ഖുതുബുൽ ആലം എന്ന് മടവൂനെ കുറിച്ച് പറയും ചിലര്. ഞാൻ പറയില്ല ഖുതുബുൽ ആലം അല്ല എന്നും പറഞ്ഞില്ല. കാരണം എനിക്കറിയില്ല അർത്ഥഭേദമാണ്. അപ്പൊ ഖുതുബുൽ ആലം എന്ന് ഞാൻ പറയാത്തതുകൊണ്ട് തേച്ചാളാ. അയാൾ ദൈവബന്ധിയാണ്. ദൈവബന്ധിയാള് പെണ്ണുന്ന അങ്ങനെയാണ്. ഇന്നലെ പറഞ്ഞു. അപ്പൊ
ഇയാള് മൗലവിമാർ വരെ അതിട്ട് പ്രസംഗിക്കുകയാണ്. അതിലെന്താ പറയുന്ന ആള്? ഞാനത് പറയലില്ല, അല്ലാന്നും പറയലില്ല. കള്ളത്തരാണ്. അല്ലാന്ന് പറഞ്ഞ തെളിവ് നമ്മൾ എത്രയോ ഇട്ടിട്ടുണ്ട്. കുത്തുബുൽ-ആലം എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ഞമ്മക്കറിയില്ല. നമുക്കിനെ അറിയാതെക്കല് മഹാനരായ ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ അന കുത്തുബുൽ-ആലം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇയാളോട് തന്നെ പറഞ്ഞില്ലേ? അപ്പോൾ ആളെന്താ പറഞ്ഞത്? ജദ്ബിൽ പറഞ്ഞതാകും. ജദ്ബില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതും ജദ്ബിലാകും. മാനസിക അസ്വസ്ഥതയുള്ള സമയത്താകും. മഹാനരായ വടകരവർ പറഞ്ഞില്ലേ ഇത് കുത്തുബുൽ-ആലമാണെന്ന്? കുത്തുബുൽ-ആലമിൽ ഇല്ലേ ഇതെല്ലാം? പിൻവലിച്ചാലും സാധനം കിട്ടുമല്ലോ. അപ്പൊ ഇബ്നു തൈമിയുടെ അതേ അസുഖം ഒരാൾക്ക് മാത്രമുള്ള അസുഖമല്ല. കുത്തുബുൽ-ആലം എന്ന പേര് ശൈഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞതുപോലെയാണ് എന്നാണ് മടവൂര് വന്നിട്ട് പേരോട് പറഞ്ഞു. അന്ന് തന്നെ ഉണ്ട് ഈ സംഭവം. ഏത്? ഇബ്നു തൈമിയക്ക് ശൈഖുൽ ഇസ്ലാമും മടവൂര് ശൈഖുനാന്റെ പേരൊക്കെ സ്ഥാനപ്പേര് പറയുമ്പോൾ അതിനോട് ഉപമിച്ച് അന്നേ പറയുന്നത് ഏതാ? ഈ സംഭവമാണ്. കേട്ടോക്ക് പറയട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു പേരാണ്. ഖുതുബുസ്സമാൻ അതൊരു പേരാണ്. ഖുതുബുൽ-ആലം അതൊരു പേരാണ്. അത്തരം പേര് ഉപയോഗിക്കുമ്പോ അത് എന്നെ പോലുള്ളവർ അത് വിശദീകരിച്ച് അഥവാ ദുർവ്യാഖ്യാനിച്ച് അത് കൊളമാക്കരുത്. കാരണം ആ പേര് വിളിക്കാം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ശൈഖുൽ ഇസ്ലാം എന്ന് ഇബ്നു തൈമിയയെ ചിലർ വിളിച്ചു. ചിലർ പറഞ്ഞു അതേ ആ പേര് പറയുമ്പോൾ ഇവർക്ക് ഓർമ്മ വരുന്നേതാ? ശൈഖുൽ ഇസ്ലാം എന്ന് ഇബ്നു തൈമിയക്ക് ചിലർ പേര് വെച്ചു. അപ്പൊ അതിന്റെ അർത്ഥം ലോകത്തുള്ള എല്ലാവർക്കും ഷെയ്ഖ് എന്നല്ല, ഷെയ്ഖും ഫിൽ ഇസ്ലാം, ഇസ്ലാമിലുള്ള ഒരു ഷെയ്ഖ് എന്നാണ് എന്ന് നാസിറുദ്ദീൻ ദിമഷ്കിയുടെ കിതാബിലുണ്ട്. ഇതാളോ പറഞ്ഞു വന്ന് നമ്മൾ പൊളിച്ച് കയ്യിൽ കൊടുത്തതാണ്. ഇൻഷാല്ലാ വാഴക്കാട് നമ്മളെ പരിപാടി വരുന്നുണ്ട്. അത് നമുക്ക് അർ-റദ്ദുൽ വാഫിർ ഒന്ന് വിശാലമായി വായിക്കാം. ഇത് നിർത്താൻ പറ്റൂലല്ലോ. 2 ദിവസമായിട്ട് എന്നോട് പറയണ്ട ഇബ്നു തൈമിയ വിഷയം മാറാനായോ? ഇതങ്ങനെ മാറൂല, അത് നിങ്ങളും കൊണ്ടേ പോകും. കാരണം ഇത് അടിത്തറയാണ്. ഇബ്നു തൈമിയയുടെ പ്രചാരകരായി AP സമസ്ത മാറി. അതുകൊണ്ടാണ് ഈ പേരിനോട് മുഴുവൻ എതിർത്തത്. എന്നിട്ട് ഇബ്നു തൈമിയ ആരോ പേര് വെച്ചു കൊടുത്തു. അതുപോലെയാണോ ശൈഖുൽ മശായിഖായ ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറ മഹാനവറുകൾക്ക് കൊടുക്കുന്ന പേര്? മാത്രമല്ല, നിങ്ങൾക്ക് ഓർമ്മല്ലേ ഇവര് ചോന്ന ബുക്കില്ലേ, ചോന്ന ബുക്ക് എടുക്കി തൊടുമ്പോ ഷോക്ക് അടിക്കുമെന്ന് പേടിക്കണം. അത്രയും അപകടകാരിയാ അതൊക്കെ. ഈ സാധനമൊക്കെ അന്ന് കാലഘട്ടത്തിലെ ഇബ്നു തൈമിയ പൊന്മള എഴുതി. എല്ലാവരും ഇതിൽ എഴുതിയിട്ടുണ്ട്, എല്ലാ മശായിഖിനെയും. ഇതേ പണിയാണ് ഇബ്നു തൈമിയ എടുത്തത്. അർ-റദ്ദു അല ഷാദുലി, ഷാദുലി ഇമാമിന് മറുപടി എന്ന പേരിൽ അയാൾ കിതാബ് എഴുതി. ഷാദുലി ഇമാമിന്റെ പേരിൽ കിതാബ് എഴുതി മറുപടിയായി. എന്നിട്ട് അതിൽ പറഞ്ഞ മുഴുവൻ വാദങ്ങളെയും അയാൾ ഖണ്ഡിച്ചു. ഇയാളും എന്നല്ലേ ചെയ്ത്? അയാളെ പ്രസംഗം അതന്നല്ലേ? അപ്പൊ തനി ഇബ്നു തൈമിയമാരായി ഇവര് മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇബ്നു തൈമിയ എല്ലാ ത്വരീഖത്തിനെയും എതിർത്തു. ഹക്കായ ത്വരീഖത്ത് പറഞ്ഞ സംഭവം തന്നെയല്ല എന്നാ പറഞ്ഞു. പൊന്മളിയാന്നല്ലേ പറഞ്ഞ് ഹക്കാണെങ്കിലും അങ്ങനെ മുമ്പ് പറഞ്ഞല്ലോ അല്ലേ? ഹക്കാണെങ്കിലും ഞാൻ പോവില്ല. അത് കേൾപ്പിച്ചു കൊടുക്ക്. ഒക്കെ തനി ഇബ്നു തൈമിയ തന്നെ, ഒരു വ്യത്യാസമില്ല ഇവിടെ. അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ സമീപ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഓരോന്ന് മുളച്ചു പൊന്തിയിട്ട് അവിടുത്തെ തെരീക്കത്ത് ഇവിടുത്തെ തെരീക്കത്ത് പല തെരീക്കത്തും. ഈ തെരീക്കത്ത് മുഴുവൻ ഇവർ ചെലവാക്കുന്നത് നിസ്വാർത്ഥനായ ആലിമികളെ കൊണ്ടുപോകും. കള്ളം പറഞ്ഞു എന്ത് സമ്മേളനം ഉണ്ട്. അപ്പൊ തങ്ങളുടെ തെരീക്കത്തിന് ഞാൻ തിരുവരൂല. തങ്ങളുടെ തെരീക്കത്ത് അയക്കാതെ തെരീക്കത്താണെങ്കിലും ഞാൻ തരൂല. എന്തുകൊണ്ട്? ഈ തെരീക്കത്ത് ചെലവാക്കാനായിക്കൊന്ന് പേടിയിട്ടുണ്ടാവില്ലേ? ഞാൻ ഇവിടെ വന്നത് എന്തുകൊണ്ടാ? തങ്ങൾ ഈ തെരീക്കത്തിനൊക്കെ വിമർശിക്കുന്നതാണ്. തങ്ങൾ ഇതിനൊക്കെ വിമർശിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എനിക്കും പേടി ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും വല്ല ഏതും ഉണ്ടോ? ആന്തിനാ ചങ്ങായി പേടിക്കണ്? നല്ല ത്വരീക്കത്താണ് ഞാൻ പ്രചരിപ്പിക്കല്ലേ വേണ്ട. തങ്ങളെന്ന് പറയപ്പെടുന്ന ഒരാളെ പരിപാടിയാണത്. അവിടെയാൾ പറയാണ് ഇവിടെ ഞാൻ വരാൻ കാരണം ഈ തങ്ങൾ എല്ലാ ത്വരീക്കത്തിനും എതിരാണ്, അതുകൊണ്ട് വന്നതാണ്. ഹക്കാണെങ്കിലും ഇപ്പോഴൊരു ത്വരീക്കത്തുണ്ട്, ഞാൻ വരൂല. ഇതന്നല്ലേ ഇബ്നു തൈമിയ പറഞ്ഞ്. ഇബ്നു തൈമിയനെ പിന്തുടർന്ന് വന്ന ആളാണ് KM മൗലവി. അയാളുടെ ഫത്വകൾ എന്ന് പറഞ്ഞ ബുക്കാത് അയാൾക്കുണ്ട്. ഫത്താവ KM മൗലവി, ഫത്താവ മുഹയ്യിസുന്ന, ഫത്താവ ഇബ്നു തൈമിയ.
ഇതിലത് അവർ ഹെഡിങ് ഷെയ്ഖും മുരീദും ത്വരീഖത്തും. അങ്ങനെ ഒരു സംഭവം തന്നെയല്ല എന്നാണ് ഇയാളും പറയുന്നത്. അപ്പോൾ ഒക്കെ ഒരേ ഇബ്നു തൈമിയമാരാണ്. AP സമസ്ത എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെയൊക്കെ ഏജന്റുമാരായി മാറി. എന്നിട്ട് ഇവർ മശായിഖുമാർ. ഇപ്പോൾ പൊന്മളനെ കുട്ടികൾ തെർബിയത്ത് ക്യാമ്പാ നടത്തിയത്. മുറബി ആരാ? പൊന്മള. ലോകാത്ഭുതല്ലേ അതൊക്കെ. പൊന്മളുടെ ശിഷ്യനാണ് ഇന്റർനാഷണൽ ദായി. ഓൻ പടി പിടിച്ച് നടന്നിട്ട് സുഹൃബുണ്ടാക്കി. ഇപ്പൊ സ്വാഗത സംഘ ഓഫീസിന്റെ പേര് കാങ്കാഹ് എന്നാണ്. അന്ന് കാണിച്ചു കൊടുക്കുവാനെ, അതാ പണ്ടാക്കി വെച്ചതാണിത്. ഹാങ്കാഹ് സ്വാഗത സംഘം ഓഫീസ്. ഇവിടെ അല്ലേ നമ്മളെ പൂനൂര്, അതാണ് ഗാർഡന്റെ മുന്നിൽ. ഈ ഹാങ്കാഹ് എന്നൊക്കെ പറയുന്ന സംഗതി എന്താ? മശായിഖുമാർ അവരുടെ അഹ്ലിന് പ്രത്യേകം ഇരുന്ന് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം. അവിടെ സ്വാഗത സംഘ ഓഫീസിന്റെ പേരാ ഹാങ്കാഹ്. ഇവനൊക്കെ എന്താ ഇനി ധൈര്യം വരാൻ ബാക്കി? എല്ലാ മുസീബത്തിൻ്റെയും അസലും അടിത്തറയും ഹക്കീമാണ് നമ്മൾ വെറുതെ പറയുന്ന. ഒരു ചെമ്പരത്തിപ്പൂവും ഹാങ്കാഹും സുഹബയും ഇതെല്ലാം കൂടിയാ സൂഫിയായി എന്നാ വിചാരം. സൂഫിയാവും. സൂഫിയാവാൻ പറ്റില്ല. അവനാണ് ഈ വ്യാജ സൂഫി. ഇമാമീങ്ങളൊക്കെ അവരെ കിതാബുകളിൽ തസവ്വുഫ് ചമഞ്ഞു വരും എന്ന് പറയുന്ന ടീമൊക്കെ ഇവരാണ്. ഒരു സംശയവും വേണ്ട. അപ്പൊ എവിടെ നിന്ന് തുടങ്ങിയെന്നറിയോ? ശരിക്ക് കേട്ടോളി. ഇബ്നു തൈമിയ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് മശായിഖന്മാരെ സ്ഥാനപ്പേരുകളാണ്. കുത്തുബുൽ ആലം, കുത്തുബുൽ ഖുതാബ്, അങ്ങനത്തെ പേര്. ഇനി ചില പേരുകൾ ശിർക്കിലേക്ക് പോകുമെന്ന് ഇബ്നു തൈമിയ അയാളുടെ മജ്മുഉൽ ഫതാവയുടെ മറ്റൊരു ഭാഗം. അതിൽ അയാൾ പറയാണ്, ഫഅമ്മാ ലഫ്ളുൽ ഗൗസ് വൽ ഗിയാസ്. കുത്തുബുൽ ആലം എന്നൊക്കെയുള്ള പേര് അങ്ങനെയാണ് പറഞ്ഞോളി. പക്ഷെ ലഫ്ള് ഗൗസ് ഗിയാസ് എന്ന ലഫ്ള് ഫലാ യസ്തഹിഖുഹു ഇല്ലല്ലാഹ്, അല്ലാത്തവർക്ക് ആ പേര് പറ്റൂല. ഫഹുവ ഗിയാസുൽ മുസ്തഗീസീൻ ഫലാ യജൂസു ലിഅഹദിൻ അൽ-ഇസ്തിഗാസത്തു ബിഗൈരിഹി. കൈപ്പടയിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഫതാവയിലുള്ളതാണ്, മജ്മുഉൽ ഫതാവയിൽ. ഇസ്തിഗാസ മലക്കിനോടോ നബിയോടോ ആരോടും ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. അപ്പൊ ഓത്ത് എന്ന് പേരിട്ടാൽ അത് തൗഹീദിന് വിരുദ്ധമാണ് എന്നാണ് ഇബ്നു തൈമിയയുടെ വാദം. എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരെ സ്ഥാനപ്പേരുകൾ പറയരുത്, ചില സ്ഥാനപ്പേരുകൾ ശിർക്കിലേക്ക് കൂട്ടും. ഇതിനല്ലേ മിസ്റ്റർ പേരോടും പറഞ്ഞ് നമ്മൾ മടവൂർ ശൈഖുന തന്നെ പറഞ്ഞ ലഫ്ളല്ലേ, അന മുദബ്ബിറുൽ ആലം, അന കുത്തുബുൽ ആലം. ഇതാ കുത്തുബുൽ ആലം എന്നുള്ള ബുക്ക് എന്നതാ മടവൂരിൽ നിന്ന് ഇറക്കിയതാണ്, CM സെന്റർ. ഇത് നമ്മളല്ല പ്രസിദ്ധീകരിച്ചത്, SYS ബുക്സ് ആണ് വിതരണം ചെയ്തത്, CM സെന്ററാണ് പബ്ലിഷ് ചെയ്തത്. ഈ ബുക്കിൽ പറഞ്ഞിട്ടില്ലേ അന മുദബ്ബിറുൽ ആലം എന്ന കഥ? മർക്കസിൽ നിന്നിറങ്ങിയ മൗലിദിലില്ലേ? പക്ഷെ മുദബ്ബിറുൽ ആലം, നിയന്ത്രിക്കുന്ന ആള്, അള്ള കൊടുത്ത നിയന്ത്രണം എന്ന് പറഞ്ഞപ്പോഴേക്ക് പേരോട് താണ്ട എത്തിച്ചത് ശിർക്കിലേക്ക്. ധാനി ഇബ്നു തൈമിയമാർ കാലഘട്ടത്തിലെ മശായിഖന്മാര് പറഞ്ഞ ലഫ്ളിനെ ചോദ്യം ചെയ്തവർ. അയാൾ കളിയാക്കിയില്ലേ ഷെയ്ഖുനയെ? ഇതന്നല്ലേ ഇബ്നു തൈമിയ ചെയ്തത്? ഷെയ്ഖുനയെ കുറിച്ച് അയാൾ പറഞ്ഞ വാചകം ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. ഒക്കെ എഴുതി പറയാ, ഇങ്ങനത്തെ ഒരു ടീമുണ്ട്, അതാണ് വ്യാജ ത്വരീഖത്തുകാര്. മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. മടവൂര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ല അതൊക്കെ. അന്ന് നിയന്ത്രിക്കാൻ ആ കദമിൽ ആളുണ്ടോ? ആളില്ലാത്ത കാലങ്ങളുണ്ടോ? അപ്പൊ ഇബ്നു തൈമിയ പറയാണ് മുദബ്ബിറുൽ ആലം എന്നത് അല്ലാഹ്ക്കല്ലാതെ പറയാൻ പാടില്ല, ഔസ് എന്ന് പറയാൻ പാടില്ല. അതേ ആശയം ഇയാൾ വെച്ച് കാച്ചിയാണ്.